ഹലോ ഗായ്സ്, നമ്മള് ഇന്ന് ജോസാഫിയും നമ്മുടെ അമ്മച്ചിയും ഇങ്ങനെയൊന്നും അല്ല കട്ടി ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? നീ മിണ്ടരുത്. പറഞ്ഞു ഹലോ സർ. ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ജോസാഫിയുടെ നിർദ്ദേശപ്രകാരം നമ്മള് ആട് 3 കാണാൻ പോവാണ് ഗായ്സ്. പിന്നെ എന്റെ നിർദ്ദേശപ്രകാരം ആരാടാ പറഞ്ഞത്? പിന്നെ മമ്മിക്കോള് പറഞ്ഞു, മമ്മിക്കോള് ഷാജി പാപ്പനെ കാണണമെന്ന് പറഞ്ഞു. ഷാജി പാപ്പനെ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മള് പിള്ളേരൊരു ആഗ്രഹം പറയുമ്പോ നമ്മള് സാധിച്ചു കൊടുക്കണമെന്നല്ല. അതുകൊണ്ട് നമ്മള് മമ്മിക്കൂളും ജോസാഫി ആയിട്ട് ആട് 3 കാണാൻ പോവാണ് ഗൈസ്. ഇവൻ ഞങ്ങളുടെ ചോദിക്കാതെ ബുക്ക് ചെയ്തിരിക്കുകയാണ്. മമ്മി ഇന്നാ അറിഞ്ഞു. മമ്മിക്ക് ആട് സിനിമ ഇഷ്ടമാണോ? അതെന്താണ് നിനക്ക് ചോറ് വേണ്ടാത്ത? നീ ഉണ്ണടാ, മര്യാദക്ക് നീ ചോറ് തിന്നിട്ട് കല്യാണക്കുറി കാണിച്ചിട്ട് ഞാൻ വിടുള്ള മമ്മി. കണ്ടാ മമ്മിക്ക് ഇഷ്ടമില്ല. ഇതെന്തോ കാറ്റാടി ഓഡിയേഴ്സാണ്. നമ്മുടെ ഷാജി പാപ്പന് ഇഷ്ടമല്ലാത്ത ആരാണ് കാഴ്സുള്ളത്? അടിപൊളി സിനിമയാണ്. എനിക്ക് ആ സീരീസ്, ആ ഫ്രാഞ്ചൈസ് വളരെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. അതുകൊണ്ട് അടിപൊളിയാണ്. ഒരു വൈബ്, ഓരോ ക്യാരക്ടറിന് ഓരോരോ ഫാൻ ബേസ് ആണ് അറിയാതെ. ജോസാഫി 8K അല്ലല്ലോ, 8K ആയിട്ടാണ് ജോസാഫിക്ക് മനസ്സിലാക്കുന്നത്. ഈ സിനിമ അതിന്റെ ഇപ്പൊ ഫസ്റ്റ് തേർഡല്ലേ ഇത്? അതെ, തേർഡാണ്. എന്ന് വെച്ചാല് ഫസ്റ്റ് സെക്കൻഡ് അല്ല, ഫസ്റ്റ് ആണെന്ന് തോന്നുന്നു. കുറച്ചുകൂടിയൊക്കെ അടിപൊളിയായി. ഫസ്റ്റ് ആണ് ആദ്യം കുറച്ച് അങ്ങനെ അടിപൊളിയായിട്ട് തോന്നി. പക്ഷെ അത് വലിയ തിയേറ്ററിൽ ഫ്ലോപ്പ് ആയി പോയി. പക്ഷെ ടിവിയിൽ വന്നപ്പോൾ എല്ലാവരും പിന്നെ അതിന്റെ ഇത് നേരത്തെ സെക്കൻഡ് വന്ന സെക്കൻഡ് സൂപ്പർ ഹിറ്റ്. ഇപ്പൊ തേർഡ് വരുന്നുണ്ട്. ഇനിയിപ്പൊ തേർഡിന്റെ സെക്കൻഡ് വരുന്നുണ്ട്, മനസ്സിലായോ? അതാണ് ലാസ്റ്റ് റൈഡ്. ഫസ്റ്റ് സെക്കൻഡ് ഉണ്ട്, രണ്ടായിട്ട് എടുത്തിരിക്കുന്നത്. ഇത് ക്ലൈമാക്സിൽ ഇതിന്റെ അവസാനം എന്തോ ആയിട്ട് നിർത്തും. എന്നിട്ട് പിന്നെ തേർഡിന്റെ സെക്കൻഡ് വരുന്നുണ്ട്. ഫസ്റ്റ് സെക്കൻഡ് രണ്ടായിട്ട് എടുത്തിരിക്കുന്നത്. ഫസ്റ്റ് പാർട്ട് ഇപ്പൊ കാണാം, സെക്കൻഡ് ഇനി വരുന്നത്. നമ്മൾ ആട് 3 കാണാനായിട്ട് പോവാണ്. ജോസാഫി, മമ്മിക്കോൾ, എല്ലാരും പോകുന്ന തിയേറ്റർ തന്നെ പാനിലല്ലേ പോണേ? പാൻ സിനിമാസ്. ഇതാണ് 4K അറ്റ്മോസ് ഒക്കെ. 4K അറ്റ്മോസ് ആണ്. ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും ഞങ്ങൾ നേരെ പടത്തിൽ പോകണം. അപ്പൊ നമുക്ക് നേരെ സാധാരണ എപ്പോഴും പറയുന്ന പോലെ നമുക്ക് നേരെ തിയേറ്ററിലേക്കല്ല, പടം കാണാൻ തിയേറ്ററിലേക്കല്ല, പിന്നെ അങ്ങോട്ട് പോകാനാടാ ജയ്സേ. അതെ ഗൈസ്, അപ്പൊ നമ്മള് അവിടെ ചെന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം ഗൈസ്. ഇത് എങ്ങനെയുണ്ടോ നിന്റെ ഒരു എന്റെ അല്ല, എങ്ങനെയുണ്ട് പടം? നിനക്ക് എങ്ങനെയാണ്? എന്റെ അഭിപ്രായത്തിൽ അടിപൊളി പടമായിരിക്കും. ഒരു ഫൺ എന്റർടൈൻമെന്റ് ജേണി ആയിരിക്കും ഗൈസ്. ജോസാഫിനെ സംബന്ധിച്ചിടത്തോളം അത് എങ്ങനെയായിരിക്കും എനിക്ക് അറിയത്തില്ല, എന്നാലും അടിപൊളി സിനിമ ആയിരിക്കും. അത് സിനിമ കുറച്ച് ഒരു എന്റർടൈൻമെന്റിന് വേണ്ടി കാണാൻ ഉള്ളൂ, അല്ല ഇതിനകത്തൊന്നും വലിയ കഥയൊന്നും. ജോസാഫിനെ സംബന്ധിച്ച് ഫണ്ണാണ് എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. ജോസാഫി വേറെ 80s കിട്ടാണ്, അതുകൊണ്ട് നമുക്കറിയാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ ക്യാഷ് കൊടുത്ത് നമ്മുടെ സമയം കളഞ്ഞു പടം കാണുന്നു. അതെ ഗൈസ്, അതെ, പടം വിജയിച്ചു കഴിഞ്ഞാൽ പ്രൊഡ്യൂസറിനും അഭിനയിച്ചവർക്കൊക്കെ കൊള്ളാം. അതെ, നമുക്ക് എന്താ പറയാ, നമുക്ക് മരം കൊണ്ട് വല്ലതും തരുക. ജോസാഫി ഡിപ്രഷനിലൂടെ കടന്നു വന്ന സാഹചര്യത്തിൽ ഈ സിനിമ വളരെയധികം ഒരു ഇതുള്ള ഒരു ഇമ്പാക്ട് ഉണ്ടാകുന്ന സിനിമയാണ് ജോസാഫിനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് നമ്മൾ ബാക്കി കാര്യങ്ങൾ തിയേറ്ററിൽ ചെന്നിട്ട് കാണിച്ചു. അപ്പൊ നമ്മുടെ ഈ പാൻ സിനിമ നമ്മുടെ ജോസാഫി ഇവിടെ ഇറങ്ങുന്നുണ്ട്. ജോസാഫി, എന്താണ് നമ്മൾ ആട് 3 പറ്റി പറയാനുള്ളത്? പറയാം. ജോസാഫി, എന്താണ് ആട് 3 പറ്റി പറയാനുള്ളത്? എന്താണ് പറയൂ. അതെ, തനിക്ക് ആട് ഫ്രാഞ്ചൈസ്, ആ സീരീസ് ഇഷ്ടമാണോ? സ്റ്റാറിന്റെ സിനിമയാണ്. സ്റ്റാർ അതിന്റെ മുമ്പിൽ ഒരു സാധനം ഞാൻ പറയുന്നില്ല. അതെ 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 അതെ, അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യമാണ്, അത് നമ്മൾ പറയേണ്ട. അതെ അതെ. കേസ് കണ്ടില്ല, ഭയങ്കര ആളാണ് കേസ് ഇവിടെ. ഒത്തിരി കാറ്, പിന്നെ എന്താണ് പറയുക, ബൈക്ക് കണ്ട ഹൗസ്ഫുള്ളാന്ന് തോന്നുന്നു. ഞങ്ങൾ കുറച്ച് നേരത്തെയാണ്, ആരെങ്കിലും ഉണ്ടാകുന്ന അറിയത്തില്ല. അകത്ത് കയറി നോക്കാമല്ലേ. ഈ കാണുന്ന ആൾക്കാരൊക്കെ പിന്നെ ആരാണ് ഇത്? അതെ അതെ, അതിനെ പോലെ പങ്ക്ച്വലായിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് കറക്റ്റ് സമയത്ത് ചിലപ്പോൾ സിനിമ കഴിഞ്ഞിട്ടായിരിക്കും ആൾക്കാർ. 3 മണിക്കൂർ താനോ അങ്ങനെ
നമുക്ക് 80s പടം തയ്ക്കുന്നൊന്നുമില്ലെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി പടം കണ്ടുവരും. കാണല്ലേ അതെ, ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഹാഫല്ലേ ഫുള്ള് കണ്ടിട്ട് ഫസ്റ്റ് ഹാഫ് കണ്ടിട്ട് പറയാം. ഫസ്റ്റ് ഹാഫ് കണ്ടിട്ട് പറയാം. ഫസ്റ്റ് ഹാഫ് കാണാൻ പറ്റിയാൽ മതിയില്ലേ? അപ്പോൾ ഓക്കെ പോടാ പട്ടി, ഇത്രയും കാലമായിട്ട് നിന്റെ അസുഖം ഒന്നും മാറിയില്ലേ? എടി ഇത് ഞാനാടി. ജോസാപ്പി, അയ്യോ നിങ്ങളായിരുന്നോ? നീ ഒന്നിങ്ങോട്ട് വന്നേ. തിരിച്ച് ജോസഫ്, എന്താണ് ആട് 3 ഫ്രാഞ്ചൈസിനെ പറ്റി പറയാനുള്ളത്? ആട് 3 അതെ മമ്മി പറയൂ. ഡൂഡ് സാറേ വേഷമാറി നടക്കുമല്ലേ? ജോസാപ്പി, സുഖമാണോ? പിന്നെ ഭയങ്കര സുഖം. നീ കാരണം ഞാനിപ്പോ ഈ നിലയിലെത്തിയില്ലേ. ഡ്യൂഡ് മാത്രമല്ല, വേറെ കുറെ ആൾക്കാരുണ്ട്. എനിക്ക് നടന്നു വരാനായിട്ട് ബുദ്ധിമുട്ടുകളുണ്ട്. ഓ അവന്റെ ഒരു തമാശ. അതെന്ത് ചെയ്തു രാജേഷ്? ഞങ്ങള് ആട് 3 കണ്ടായിരുന്നു. പടത്തെ അടിപൊളി പടം, കുഴപ്പമൊന്നുമില്ല, അടിപൊളിയാ, സൂപ്പർ. കൊള്ളാം. പക്ഷെ ഫസ്റ്റ് ഹാഫ് വരെയൊക്കെ കുറച്ച് ശോകമായിരുന്നു. ഫസ്റ്റ് ഹാഫ് അങ്ങനെയല്ല, കുറച്ചൊരു വലിച്ചു നീട്ടിയ പോലെ, അത്ര ഒത്തിരി എക്സ്റ്റെൻഡ് ആക്കണ്ടായിരുന്നു. കുറച്ചൊന്ന് ഷോർട്ട് ആക്കിയിരുന്ന അടിപൊളിയാണ്. കുറച്ചുകൂടെ ഷോർട്ട് ആക്കിയിരുന്ന അടിപൊളിയാണ്. മമ്മിക്ക് ഇഷ്ടപ്പെട്ടു അത്. പക്ഷേ എനിക്ക് പേഴ്സണലി എനിക്ക് പറയുകയാണെങ്കിൽ എനിക്ക് വലുതായി വലിയ, പക്ഷെ അവസാന ക്ലൈമാക്സ് അടിപൊളിയാണ്, ഭയങ്കര ട്വിസ്റ്റായിട്ട് കാണിക്കുന്നത്. അടിപൊളിയല്ല. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നുന്നു. പക്ഷെ ആദ്യത്തെ ഇതൊക്കെ എനിക്ക് ഇവർ ടൈം ട്രാവൽ ആയിട്ട് കാണിക്കാൻ ടൈം ട്രാവൽ എന്നാ സാറേ, ഒരു നല്ല ഡയലോഗ് പറയാൻ വന്നതാ, മറന്നുപോയി. ട്രാവല് കൊള്ളാം. ടൈം ട്രാവൽ സീക്വൻസ് ഒക്കെ അടിപൊളിയാണ്. കുറച്ച് മടുപ്പ് തോന്നുന്നു ഇടയ്ക്കിടയ്ക്ക്. കളർ ഗ്രേഡിംഗ് ഒക്കെ അടിപൊളി, ആ ഒരു ലെവലിൽ എടുത്തിട്ടുണ്ട്. കുറച്ച് ഹോളിവുഡ് സ്റ്റൈലൊക്കെ എടുത്തിട്ടുണ്ട്. അതെ അത് കൊള്ളാം. പക്ഷെ എങ്കിലും അത്ര ഒരു സുഖമായിട്ട് എനിക്ക് തോന്നിയില്ല കണ്ടിട്ട്. എനിക്കിഷ്ടപ്പെട്ട് കുഴപ്പമൊന്നുമില്ല. ആ ടൈം ട്രാവലും കാര്യങ്ങളൊക്കെ കാണിച്ചൊക്കെ കൊള്ളാം. കുറച്ചൊരു ഒരു റിച്ച്നെസ് ഉണ്ട്, കുറച്ചൊരു പ്രീമിയം ആയിട്ടൊക്കെ കാണിച്ചിരിക്കുന്നത്. കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. ഒരു അല്ലേ എടാ ആട് ഇതില് പിന്നെ പറയാം ഡ്യൂഡിന്റെ കുറച്ച് സീനൊക്കെ ഡ്യൂഡിന്റെ കുറച്ച് കോമഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് അടിപൊളി. പിന്നെ അവസാനത്തെ ആ ക്ലൈമാക്സ് സൂപ്പർ, അടിപൊളി. അത് കാണണ്ടേ, അടിപൊളി. അത് മിസ് ചെയ്യരുത്, ഒരു കട്ട് സീൻ പോലെ കാണിക്കും, അടിപൊളിയാണ്. അല്ലെന്നേ പുള്ളിയുടെ സീനൊക്കെയാണ് കുറച്ചൊരു ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നത്. ബാക്കിയെല്ലാം നമ്മള് കണ്ടതൊക്കെ തന്നെ എനിക്ക് എന്തോ ഒരു കുഴപ്പമില്ല. പഴയ സിനിമയുടെ ഫസ്റ്റ് സെക്കൻഡ് വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ച് അത് മറ്റേതാ ബെറ്റർ. ഇതിപ്പോ നിർത്തിയിരിക്കുക. ഫസ്റ്റില് ഒരു പകുതിക്ക് വെച്ച് ക്ലൈമാക്സ് നിർത്തിയിരിക്കും. ഇപ്പൊ സെക്കൻഡ് പാർട്ട്, ഇതിന്റെ സെക്കൻഡ് പാർട്ട് വന്നാല് ലാസ്റ്റ് റൈഡ്, ഇതിന്റെ സെക്കൻഡ് പാർട്ട് വന്നാല് എന്താണെന്ന് അറിയാൻ പറ്റും. അപ്പം ഗൈസ് പടം ഉള്ള അടിപൊളിയാണ്, കുഴപ്പമൊന്നുമില്ല. എങ്കിലും കുറച്ച് ലെങ്ത്, കുറച്ച് എക്സ്റ്റെൻഡ് ആയി പോയെന്നുള്ളത്. കുറച്ച് OTT ഇറക്കുമ്പോ ചിലപ്പോൾ കട്ട് ചെയ്ത് കുറച്ച് ഡയറക്ടേഴ്സ് കട്ട് പോലെ നമ്മുടെ ഈ മറ്റേ ഫുക്രൂന്റെ ഒക്കെ ചില അസ്ഥാനത്തുള്ള ഈ പറയുന്നത് ചിരിക്കാൻ വേണ്ടിയായിട്ട് ഇങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്ന കുറച്ച് കോമഡി പോലെയൊക്കെ എനിക്ക് ഫുക്രൂനെ യൂസ് ചെയ്യാത്ത പോലെ എനിക്ക് തോന്നി. ചെറുതായിട്ട് എന്തോ അവിടെ ഇവിടെ ഇട്ട് കൊടുത്ത പോലെ തോന്നി. ധർമ്മജനൊക്കെ ഈ ചിരിക്കാനായിട്ട് മനഃപൂർവ്വം ഇങ്ങനെ കോമഡി പറയുന്ന പോലെയൊക്കെ തോന്നിയത്. അതെ കുഴപ്പമില്ല. എന്തായാലും നിങ്ങൾ കണ്ടു നോക്ക്. അടിപൊളി, കുഴപ്പമില്ല, കണ്ടിരിക്കാന്നോടാ, കുഴപ്പമൊന്നുമില്ല. ക്ലൈമാക്സ് അടിപൊളിയാണ്. പിന്നെ പടത്തെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി കണ്ടു നോക്ക്. ഞാൻ കണ്ടിട്ട് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞത്. അപ്പോൾ എന്നെ പോലെ എല്ലാവർക്കും എങ്കിലും എനിക്ക് തോന്നിയില്ല ഭയങ്കരമായ ഒരു കോമഡിയൊന്നും വർക്കൗട്ടായ പോലെ എനിക്ക് തോന്നിയില്ല. എനിക്ക് കുറച്ചെങ്കിലും ഇഷ്ടപ്പെട്ട ആട് ഫ്രാഞ്ചൈസ് ഫാൻ എന്ന നിലയ്ക്ക് കുഴപ്പമില്ല, കണ്ടിരിക്കാം. എന്ന് വെച്ചാൽ കുറച്ച് വലിച്ചു നീട്ടിയ പോലെ തോന്നിയുള്ളൂ. പിന്നെ വേറെ ചെയ്യുന്നത്
ചോദിക്കാതെ ജെയ്സ് ഭയങ്കര ഓവർ ഇത് ജോസാബിന് 80s യൂണിവേഴ്സ് ആണ്. ജോസാബിക്ക് വലുതായിട്ട് കത്തത്തില്ല. അപ്പോൾ ഓക്കെ, എന്തായാലും നിങ്ങൾ പടം കാണും. പടം കാണാൻ നമ്മൾ ഇപ്പം നിൽക്കുന്നത് ഞങ്ങൾ പടം കണ്ട് ഇറങ്ങിയായിരുന്നു. അപ്പോൾ അവിടെ വെട്ടം നമ്മൾ രാത്രി 6:30 എങ്ങാണ്ടായപ്പോഴാണ് പടം തീർന്നത്. 4 മണി എങ്ങാണ്ടായപ്പോൾ തുടങ്ങിയതാണ്. അപ്പോൾ ഞങ്ങൾ നേരെ ബീച്ചിലേക്ക് വന്നിട്ട് നമ്മുടെ പഴയ മുപ്പാലം ഉണ്ടല്ലോ, പാലം ഇപ്പൊ നാൽപ്പാലത്തിൽ നിൽക്കുകയാണ്. അതെ, മുപ്പാലം മാറ്റി ഇപ്പോൾ നാൽപ്പാലം എന്നുള്ള സെറ്റപ്പിലോട്ട് മാറ്റിയായിരുന്നു. നോക്കൂ, നാൽപ്പാലത്തിന്റെ ഭംഗി കളകളാരവും ഒക്കെ നിങ്ങൾ കാണൂ ഗൈസ്. ഇത് കണ്ടോ, ഇപ്പം പഴയ മുപ്പാലം ഇപ്പം നാൽപ്പാലം ആക്കിയിരിക്കുകയാണ്. നമ്മളെയാണല്ലോ മച്ചമ്പി. നാൽപ്പാലത്തിൽ ജയ്സാപ്പി ഉണ്ട്, മമ്മിക്കോളുണ്ട്, പിന്നെ നമ്മുടെ ജോസാപ്പി ഉണ്ട്, വണ്ണനുള്ളി. വൈകുന്നേരം നമുക്ക് ഈ പറയുന്ന പോലെ സന്ധ്യക്കൊക്കെ വന്ന് ഇങ്ങനെ ചില്ല് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ഗൈസ്. വെട്ടം വിളിച്ചൊക്കെ കൊണ്ടു. അതെ അതെ. അപ്പൊ ഇവിടെ കുറച്ച് വെട്ടം ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാണല്ലേ, കുറച്ച് വെട്ടം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിട്ട് നമ്മുടെ അമ്മച്ചി പറയാം, എന്താണ് നാൽപ്പാലത്തെ പറ്റി തനിക്ക് പറയാനുള്ളത്? പറയൂ. ഇതിനെപ്പറ്റി എന്ത് പറയാനാ? ഇതിനെക്കുറിച്ച് 2 വാക്ക് പറ. ഇതിനെക്കുറിച്ചാ പ്രിയപ്പെട്ടവരെ, ഇത് വളരെ നല്ലൊരു ഇതാണ്. ഇതിനു വേണ്ടി എന്റെ എല്ലാ ഇതും ഞാൻ നൽകും. പിന്നെ എന്റെ മാത്രം ഒരു ഇത് കൊണ്ട് പറ്റില്ലല്ലോ. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഒരു ഇതുണ്ടെങ്കിൽ ഇത് കുറച്ച് കൂടുന്നുണ്ട്. പിന്നെ ഇതിനെ കുറിച്ച് പറയാൻ പറഞ്ഞു കുറെ കാര്യങ്ങളുണ്ട്. ഇവിടെ എന്തൊരു സിനിമയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളതെന്നറിയോ? പഴയ ഒത്തിരി സിനിമയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. മറ്റേ ജയന്റെയും മറ്റേ ഷീലയുടെ സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ. ഇവിടെ സെയിം സ്പോട്ട് നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലമില്ല ഇവിടെ വെച്ചിട്ട്. ഏതാന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമന്റ് ബിലോ ഗൈസ്, കമന്റ് ബിലോ. ഇനി ജോസാപ്പി കണ്ടു മാത്രമല്ല, ഇവിടെയുള്ള കുറെ സ്ഥലങ്ങൾ പഴയ സിനിമകളിലെല്ലാം ഉള്ളതാണ്. ഏത് സിനിമ വീമ്പളക്കിട്ട് കാര്യമില്ല, എക്സാക്ട് ആയിട്ട് കറക്റ്റ് ആയിട്ട് കാര്യം പറയാം. നമ്മുടെ ഡയറക്ടർ ഫാസിലണ്ണനൊക്കെ ഉള്ളപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ ഉള്ള ആണെന്നേ അറിയാതെ എനിക്ക്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഞങ്ങൾ ഇന്ന് പടം കാണാൻ പോയ ഒരു വീഡിയോ ആണ് ഞങ്ങൾ ഇന്ന് ചെയ്തത്. അപ്പൊ എന്തായാലും നിങ്ങളെല്ലാവരും പോയി കണ്ടിട്ട് അഭിപ്രായങ്ങൾ കണ്ട ആൾക്കാർ കമന്റ് ചെയ്യുക. എങ്ങനെയാണ് നിങ്ങളുടെ ഒരു നിങ്ങൾ കണ്ടിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കമന്റ് ചെയ്യുക. അപ്പൊ എന്തായാലും ഞങ്ങളിവിടെ വെച്ച് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അതെ, അപ്പം എന്തായാലും ഇപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ സിനിമ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങൾ സിനിമ ജോസാപ്പിടെ എപ്പോഴും പറയുന്ന ഒരു ജോസാപ്പിടെ തലവണ്ട വെച്ചിട്ട് എല്ലായിക്കും അടിച്ചു പൊട്ടിക്കുക. നിങ്ങൾ സിനിമ കണ്ടിട്ടുള്ള അഭിപ്രായം ഒന്ന് കമന്റും ചെയ്തു. അപ്പോൾ ഓക്കെ, അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഓക്കെ ബൈ. A few moments later. ഞങ്ങളപ്പോൾ ഒന്ന് നാൽപ്പാലത്തിൻ്റെ ഭംഗിയൊന്ന് ആസ്വദിച്ചും പോകാമെന്ന് വെച്ചേ. എങ്ങനെ ഉണ്ടോ നമ്മുടെ നാൽപ്പാലം? ജോസാപ്പിനെ പോലെ മുമ്പ് അലമ്പായിരുന്നു, ഇപ്പൊ അടിപൊളിയായിട്ടുണ്ട്. ജോസാപ്പിയുടെ അവസ്ഥയായിരുന്നു നാൽപ്പാലത്തിന്, ഇപ്പൊ അടിപൊളിയാക്കി മുപ്പാലം നാൽപ്പാലം ആക്കിയിട്ടുണ്ട്. ശരിക്കും ഒന്ന് ചാടിയാലോ? കേട്ട് ഇതിനകത്ത് ബോട്ടൊന്നും ഇല്ല. ചേട്ടാ ഡെറ്റോൾ ഉണ്ടോ? ഇല്ല, ചമ്മന്തി ഉണ്ട്. ചാടിയാലോ? ചാടിയോ? നല്ല ചാടിയോ? ജോസാപ്പി എന്താണ് നാൽപ്പാലത്തെ പറ്റി ജോസാപ്പിക്ക് പറയാം? നാൽപ്പാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞില്ല, അതുപോലെ എത്ര വർഷങ്ങളായിട്ട് പക്ഷെ ഇപ്പൊ കൊള്ളാം. ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. ഏത് ആംബിയൻസ്? ലൈറ്റൊക്കെ ഇട്ട് ആൾക്കാർക്ക് വൈകുന്നേരങ്ങളിലൊക്കെ വന്ന് ഇങ്ങനെ ചില്ല് ചെയ്യാം. ഗേൾ ഫ്രണ്ട് ഉള്ളവർക്ക് ചില്ല് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ജോസാപ്പിക്ക്. പക്ഷെ ഗേൾ ഫ്രണ്ട് ഇല്ലാത്തതുകൊണ്ടും സിംഗിളായിട്ട് നടക്കുന്നതുകൊണ്ടും ചില്ല് ചെയ്യാൻ പറ്റത്തില്ല. ഫോട്ടോയൊക്കെ എടുക്കാമോ? ഈ ഒരു വാം ലൈറ്റ് ഉള്ളതുകൊണ്ട് രസമാണ് കാണാൻ. ഈ വാം ലൈറ്റിന്റെ കാര്യമാണോ? പറയൂ. മമ്മി ഇത് എൻജോയ് ചെയ്യാം. മമ്മി എന്താ ഇതായിട്ട് ഇരിക്കുന്നത്? നമുക്ക് മേലെ നാൽപ്പാലം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല. നമ്മള് നമ്മുടെ വീഡിയോ ഒക്കെ ഇട്ടിട്ടില്ലല്ലോ. ഇപ്പൊ പഴയ പണ്ടത്തെ സിനിമയിൽ കുറെ സീനുകളൊക്കെ എടുത്തിരിക്കുന്നതുകൊണ്ട് സിനിമയില് നമ്മൾ കാണുമ്പോഴേക്കും നമുക്ക് ഇത് പഴയ ആലപ്പുഴയിലെ മുപ്പാലം അല്ലേ, നാൽപ്പാലം അല്ലേ, ഇത് അവിടുത്തെ ഇതല്ലേ, വീടല്ലേ, അതല്ല പഴയ ബിൽഡിംഗ് അല്ലേ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കാണാൻ പറ്റും. ടെക്നോളജി വർഷങ്ങൾക്ക് ശേഷം നമ്മളിത് വീഡിയോ ചെയ്തിടുമ്പോൾ ജോസാപ്പിയുടെ എക്സ് ഗേൾ ഫ്രണ്ട്സിനും അവരുടെ പിള്ളേർക്കൊക്കെ കാണാൻ പറ്റുമല്ലോ. നമ്മളൊരിക്കലും പുറകോട്ട് പോകുന്നില്ലല്ലോ, നമ്മളെല്ലാം നമ്മുടെ നാട് പുരോഗമിക്കും. അപ്പൊ ഇതൊക്കെ മാറി ചിലപ്പോൾ നാളെ വേറൊരു കുറെ സാധനങ്ങളൊക്കെ വരും. അപ്പൊ നമുക്ക് പറയാം പണ്ട് ഇങ്ങനെയായിരുന്നു, മുപ്പാലമായിരുന്നു, അത് നാൽപ്പാലമായിരുന്നു, ഇപ്പൊ അത് വേറെ രീതിയിലായി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കാണാം. ഇതല്ലേ ഡിജിറ്റൽ ഡേറ്റ അല്ലേ? അതെ, ഡിജിറ്റൽ യുഗമാണ്. പറയ എന്താ ഇതിന്റെ പറയാനുള്ളത്? എനിക്കിതിനെ പറ്റിയൊന്നും അറിയത്തില്ല. എനിക്കൊന്നും എന്താ, ഞാൻ ജനിക്കുമ്പോ ഇതൊക്കെ ഉണ്ടായിരുന്നു. നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കടാ. ജോസാപ്പിക്ക് ആധികാരികമായിട്ട് അറിയുന്നു. നീ ജനിക്കുമ്പോ ഇതുണ്ടായിരുന്നു ആര് പറഞ്ഞു? ഉണ്ടല്ലോ. ആണോ? എന്തായാലും നിന്നെ
നിന്നെ ജനിപ്പിച്ച അമ്മച്ചിയുടെ തന്നെ ചോദിക്കാം. ഈ മുപ്പാലം വരുമ്പോ എനിക്കറിയാവോ, നിങ്ങളല്ലേ 80s മറ്റേ ഈ പ്രായമായിട്ടുള്ളവർ, നിങ്ങൾക്കല്ലേ കാര്യമായിട്ട് അറിയാൻ പറ്റും. യോസാബ് ഈ മുപ്പാലം ഇതിന്റെ ആദ്യത്തെ പാലം പണിയുമ്പോ ഇവിടെ ഉണ്ടായിരുന്നു കഴിച്ചു, ഇപ്പോഴും ഇവിടെ നിൽക്കുന്നു. പക്ഷെ എന്തായാലും കൊള്ളാമല്ലേ, ലൈറ്റൊക്കെ ഇട്ടിരിക്കുന്നു. പക്ഷെ ഇതെല്ലാം കൊള്ളാം, പാലവും കൊള്ളാം, ലൈറ്റും അതും ഇതും എല്ലാം കൊള്ളാം. പക്ഷെ വെള്ളം കൊള്ളാം, ലൈറ്റ് കൊള്ളാം, എല്ലാം കൊള്ളാം. പക്ഷെ വെള്ളം മാത്രം കൊള്ളത്തില്ല. യോസാബി മാത്രം കൊള്ളത്തില്ല. വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് ചട്ടേച്ചാൽ മതി. അതെ അതെ. അപ്പോൾ ഗൈസ് ഞങ്ങള് ഇപ്പോൾ നാൽപ്പാലത്തിന്റെ ഭംഗിയൊക്കെ കണ്ട് ഒന്നും കൂടി ഒന്ന് വൈപടിക്കാന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നായിരുന്നു. അപ്പോൾ ഓക്കെ, യോസാബി പ്രകൃതി വിരോധിയാണ്, അതുകൊണ്ട് ഇതിന്റെ ഒന്ന് ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ട് അല്ലേ ഞങ്ങൾ തിരിച്ചു തരാം ഗൈസ്. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഓക്കെ ബൈ.